ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്നൊരു ട്രിപ്പിൻ്റെ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നത് ട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ്. ഞാന്, തസ്നി, ഷെഫീന, റമി. ഞങ്ങൾ 4 പേരാണ് പോയത്. കഴിഞ്ഞ കുറച്ച് മുൻപ് ഞാൻ ഇട്ടിരുന്നു വിയറ്റ്നാമിൽ ഞങ്ങൾ പോയിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ വീഡിയോ. അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് 4 പേര് ഒരു കോഴിക്കോട് ട്രിപ്പാണ് ട്ടോ. രാവിലെ നേരത്തെ നമ്മൾ വടകരയിൽ നിന്ന് ഇറങ്ങി കോഴിക്കോടേക്ക് ഒരു ദിവസം ഫുള്ള് രാവിലെ പോയിട്ട് രാത്രി വരുന്ന ഒരു ട്രിപ്പാണ് പോയത്. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയത് സത്താര ഹോട്ടലിലാണ് ട്ടോ. സത്താര റെസ്റ്റോറൻറ്റ് കോഴിക്കോട് കെഎസ്ആർടിസിൻ്റെ മുന്നിലുള്ള. അപ്പം ഒരു ബാംഗ്ലൂർ സ്റ്റൈലിലുള്ള വെജ് റെസ്റ്റോറൻ്റാണ്. അടിപൊളി ടേസ്റ്റിയാണ് ട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്കാണ് പോയത്. പിന്നെ ലുലു മാള് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത്. അപ്പോൾ ചില യാത്രകൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ വേണ്ടി മാത്രം പോകുന്ന യാത്രയല്ല ട്ടോ. മറിച്ച് നമുക്കൊരു മനസ്സൊന്ന് റീചാർജ് ചെയ്യുക, മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്യുക എന്ന് പറയുന്ന നമ്മളൊരുപാട് എന്താ പറയുക ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ ഭാര്യമാരാണ്, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക അമ്മമാരാണ്, ഇതൊക്കെയാണ്. പക്ഷേ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമ്മളൊന്ന് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. എന്ന് വെച്ചാൽ അവരെ കൂടെയുള്ള സമയത്ത് അതില്ല എന്നല്ല പറയുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു രസമുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ യാത്രക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ലക്ഷ്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒന്നിച്ച് ഒരുപാട് നേരം സമയം ചിലവഴിക്കണം. ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ഒന്നിച്ചുണ്ടാവണം, ഒന്നിച്ച് നടക്കണം, ഒന്നിച്ച് സംസാരിക്കണം, ഒന്നിച്ച് ചിരിക്കണം, ഒരുപാട് ഫുഡുകൾ കഴിക്കണം, എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മളെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അല്ലാണ്ട് വലിയ ഷോപ്പിങ്ങിൻ്റെ ഒരു ലിസ്റ്റോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. എന്തെങ്കിലും കണ്ടാൽ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ വാങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സത്താരയിൽ നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ പോയത് ഹൈലൈറ്റ് മാളും അതുപോലെ തന്നെ ലുലു മാളും ഇവിടേക്കാണ്. അവിടുന്ന് ഒരുപാട് ഷോപ്പുകളിലൊക്കെ നമ്മൾ കയറി. അവിടെ കടയിലൊക്കെ കയറിയിട്ട് നമ്മൾ കണ്ട ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ലേഡീസാണ്, പാത്രങ്ങൾ കണ്ടാലും ഹോം സെൻറ്റർ പോലത്തെ അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി പാത്രങ്ങളൊക്കെ നോക്കി. എസ്തെറ്റിക് ആയിട്ടുള്ള പാത്രങ്ങളും അങ്ങനത്തെ ഒരുപാട് സംഗതികൾ അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ ഈ ട്രിപ്പിലെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് എന്തെന്നെ ആയാലും നമ്മളെ ഫുഡാണ്. ഫുഡടിയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു കറക്റ്റ് മീൽസ് ആയിട്ടൊന്നും എടുത്തതൊന്നുമല്ല. നമുക്ക് തോന്നുന്ന സാധനങ്ങൾ വാങ്ങി കുടിക്കുകയും കഴിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതെന്ന് പറയുന്നത് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് സത്താറാണ്. പിന്നെ നമ്മൾ പഞ്ചാബി റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഹൈലൈറ്റ് മാളിലുള്ള പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ കയറി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫുഡുകൾ കഴിച്ചു. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. പഞ്ചാബി റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഒരുപാട് വൈറൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ അതും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. ആ ബീച്ചിൽ നിന്ന് മലായി മൾബറി എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ട്രെൻഡിങ് ആണ്, അറിയാൻ പറ്റും. ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആൾക്കാർ കാണിച്ചിട്ടുണ്ട് ഈ ഒരു മലായി മൾബറീനെ പറ്റിയിട്ട്. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഫ്രഷ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മലായിൽ ഉണ്ടാക്കുന്ന ഇത് ഭാസ്കരേട്ടൻ്റെ വീഡിയോയിലെ സർബത്താണ്, ഇത് മിൽക്ക് സർബത്ത്. അപ്പോൾ അതും കഴിച്ചു കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ഇതോടുകൂടി നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു.